ഷിരൂരിൽ അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ തെരച്ചിൽ അത് അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ന്യൂസ് ടെൻസ് ആരംഭിക്കുമ്പോൾ ലഭിക്കുന്ന വാർത്ത. ഷിരൂരിൽ ആ തെരച്ചിൽ ആരംഭിക്കുന്നു. ഈശ്വർ മാൽപ്പയും സംഘവും അവിടെ നേരങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ തുടങ്ങാനുള്ള സാഹചര്യം ഒരുങ്ങി എന്നുള്ളതാണ്. അതിന്റെ വ്യക്തത എന്താണ് എന്നുള്ളത് KV ബൈജു നൽകും. അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തെരച്ചിലാണ് തുടങ്ങിയത്. നദിയിലെ ഒഴുക്ക് അനുകൂലമാണെന്നും സമയം കളയരുതെന്നും ഈശ്വർ മാൽപ്പെ നേരത്തെ പ്രതികരിച്ചിരുന്നു. എന്താണെങ്കിലും തെരച്ചിൽ തുടങ്ങി എന്നതാണ്. KV ബൈജു നമ്മോടൊപ്പം ഷിരൂരിൽ നിന്നും പങ്കുചേരും. ഒപ്പം തന്നെ അർജുന്റെ ബന്ധുക്കളും ലോറി ഉടമയായിട്ടുള്ള മനാഫും ഒക്കെ ആ തെരച്ചിൽ നടക്കുന്ന ദൗത്യം നടക്കുന്ന സ്ഥലത്ത് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, തങ്ങുന്നുണ്ട്. മണിക്കൂറുകളായി അവിടെ ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു. രാവിലെ 8:30 തന്നെ തെരച്ചിൽ ആരംഭിക്കാൻ ഭാഗത്തിൽ ഈശ്വർ മാൽപ്പയും സംഘവും അവിടെ എത്തിയതാണ്. പക്ഷേ കളക്ടർ എത്തിയ ശേഷം മാത്രം മതി പുഴയിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതായിരുന്നു അവിടെ ലഭിച്ച നിർദ്ദേശം. ഇതിനിടയിൽ മാധ്യമങ്ങളെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. പൂർണ്ണമായിട്ടും പോലീസ് എത്തി മാധ്യമങ്ങളെ മാറ്റാനുള്ള ശ്രമമൊക്കെ നടത്തി. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തെരച്ചിലേക്ക് പോകാൻ പോകുന്നു ഈശ്വർ മാൽപ്പയും സംഘവും. അവിടെ തെരച്ചിലിനായി തയ്യാറെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പുഴയിലെ ആഴത്തിലേക്ക് ഇറങ്ങി മണ്ണിനടിയിലുള്ള ലോറി തേടിയുള്ള ഈശ്വർ മാൽപ്പയുടെ ദൗത്യം ആരംഭിക്കും. KV ബൈജു ഷിരൂരിൽ നിന്നും ചേരുന്നുണ്ട് തത്സമയം. ബൈജു, ഒരുപാട് അനിശ്ചിതത്വങ്ങൾ നിലനിന്നിരുന്നു രാവിലെ തന്നെ. ഈശ്വർ മാൽപ്പയും സംഘവും തയ്യാറായി എത്തിയപ്പോഴും എന്തൊക്കെയോ കാരണങ്ങളിൽ അത് നീണ്ടുപോയി. ഇപ്പോൾ എന്താണ് സാഹചര്യം? പരമാവധി കാത്തിരുന്നു മൽപ്പ എന്ന് വേണം പറയാൻ. 8 മണിക്ക് ഇത്തരത്തിൽ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ച് എല്ലാവിധ സജ്ജീകരണങ്ങളുമായി മൽപ്പ എത്തിയപ്പോഴാണ് പെട്ടെന്ന് ഒരു നിർദ്ദേശം വരുന്നത്. ജില്ലാ കളക്ടറുടെ കാത്തിരിക്കണം, അവർ ഇവിടെ എത്തുന്നുണ്ട്, അതിനുശേഷം തെരച്ചിൽ നടത്തിയാൽ മതി എന്ന ഒരു അറിയിപ്പ്. ഏതായാലും ആ അറിയിപ്പ് 10 മണി വരെ ആ മാന്യത കൊണ്ട് ഞാൻ കാത്തിരിക്കുന്നു എന്നാണ് മൽപ്പ വ്യക്തമാക്കിയത്. ഇപ്പോൾ അദ്ദേഹം തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. അർജുന് ലോറിക്കായുള്ള മറ്റ് 2 പേർക്കായുള്ള കന്നഡികരായ 2 പേർക്കായുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. ആ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങൾ. ഇപ്പോൾ ഒരു NDRFന്റെ സംഘം കൂടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് മൽപ്പയ്ക്ക് സഹായമായി. ഏതായാലും അത് വലിയ ആശ്വാസമാണ്. അവർ ഏതെങ്കിലും തരത്തിൽ ഈ മൽപ്പയ്ക്ക് എന്തെങ്കിലും ഈ കഴിഞ്ഞ തവണ കയറ് പൊട്ടി ഒഴുകി പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അത്തരം ഘട്ടത്തിൽ സഹായം നൽകാനാണ് അവർ എത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം മാൽപ്പയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ തെരച്ചിൽ. മാൽപ്പയുടെ നേതൃത്വത്തിൽ 6ഓളം മുങ്ങൽ വിദഗ്ധന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരാണ് തെരച്ചിൽ നടത്തുന്നത്. വളരെ ഊർജിതമായ ഒരു തെരച്ചിൽ, അത്രത്തോളം വലിയ പ്രതീക്ഷയുണ്ട്. ആ രീതിയിലുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനാണ് ജില്ലാ കളക്ടർ ഇടപെട്ട് തടസ്സം സൃഷ്ടിക്കാൻ നോക്കിയത്. പക്ഷേ ആ വിലക്കൊക്കെ മറികടന്ന് മാൽപ്പ തന്റെ രക്ഷാദൗത്യവുമായി തിരച്ചിലിനായി ഇപ്പോൾ ഈ പൊടിയിലേക്ക്, ഗംഗാവലി പൊടിയിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹത്തിന് വലിയ ശുഭാപ്തി വിശ്വാസം തന്നെയുണ്ട്. കാരണം ഒരു ഡീസലിന്റെ ഇത്തരത്തിൽ ഓയിലോ ഡീസലോ കലർന്ന ഒരു വസ്തു പുഴയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്ന ഒരു ഭാഗം, ആ ഭാഗത്ത് ഒരു പക്ഷേ ലോറി ആ ഭാഗത്ത് വളരെ അടുത്ത് തന്നെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ കഴിയുന്ന രീതിയിൽ ഉണ്ട് എന്ന ഒരു വിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തൊരു പരിശോധന നടത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം കാലാവസ്ഥ മാറി മറിഞ്ഞു വരുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷിച്ച് ഇന്നുണ്ട്. രാവിലെ നേരിയ മഴ പാറ്റിലുണ്ടായിരുന്നു. ഇപ്പോൾ മഴച്ചാറ്റിലൊന്നുമില്ല. പക്ഷെ നല്ല കാലാവസ്ഥ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. മൂടി കെട്ടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. അതാണ് ഈ മാൽപ്പയും ആശങ്ക പ്രകടിപ്പിച്ചത്. ഈ കളക്ടർക്ക് വേണ്ടി ഇത്തരത്തിൽ കാത്തിരുന്നാൽ ഒരുപക്ഷെ ഈ രക്ഷാദൗത്യം ഇന്ന് നടക്കാതെ പോകുമെന്ന് പോലും അദ്ദേഹം വ്യക്തമാക്കി. ഏതായാലും ആ മാന്യത അദ്ദേഹം ഒരു 10 മണിവരെ അദ്ദേഹം കാത്തിരുന്നു എന്ന് വ്യക്തമാക്കി. ഇപ്പോൾ അദ്ദേഹം ആ പുഴയുടെ ആഴങ്ങളിലേക്ക്, അർജുനെ തേടിയുള്ള ആ ദൗത്യത്തിലേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നു. അദ്ദേഹത്തിനൊപ്പമുള്ള 6ഓളം മത്സ്യത്തൊഴിലാളികളും. നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രളയം വന്നപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഏത് രീതിയിലാണ് നമ്മളെ രക്ഷപ്പെടുത്താനും നമുക്ക് സഹായമായിട്ടോ അതേ ഒരു ദൈവദൂതനെ പോലെ ഈശ്വരൻ എന്ന പേരുള്ള അദ്ദേഹം ഇവിടെ ഈ പുഴയിലേക്ക് ആഴങ്ങളിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസം, ഇന്ന് ലോറി കണ്ടെത്തുമെന്നൊരു ആത്മവിശ്വാസം അദ്ദേഹം ഇന്നലെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഡീസലിന്റെ ഒരു അംശം കൂടി കണ്ടെത്തിയോടുകൂടി ആ പ്രതീക്ഷ, ആത്മവിശ്വാസം വർദ്ധിച്ചു എന്ന് വേണം പറയാൻ. എന്തായാലും അർജുന അരികിലേക്ക് എത്തുമ്പോഴേക്കും ഇത്തരത്തിലുള്ള പല തടസ്സങ്ങളും വരുന്നതും നമ്മൾ ഇവിടെ നിന്നും സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. തുടക്കം മുതലേ ഇവിടെയുള്ള ഒരാളെന്ന നിലയിൽ പറയട്ടെ, ഈ കളക്ടറുടെ ഭാഗത്തു നിന്നും പല തരത്തിലുള്ള ഇടപെടൽ, ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പല ഇടപെടൽ. കഴിഞ്ഞ ദിവസം DK ശിവകുമാർ ഉപമുഖ്യമന്ത്രി പോലും പറയുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ വലിയ അടിയൊഴുക്ക് ഉണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷേ അത് ആരോ തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് കുടുംബം അപ്പോഴെ തന്നെ പറഞ്ഞു.
അത് നേർചിത്രം നമ്മളും കാണിക്കുന്നു ഈ ദൃശ്യത്തിലൂടെ. ഏതെങ്കിലും തരത്തിലൊരു അടിയൊഴുക്കില്ല. 2 നോട്ട്സാണ് ഇവിടെ പുഴയുടെ അടിയൊഴുക്കുള്ളത്. ഇന്ന് അതിലും കുറഞ്ഞിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ രക്ഷാദൗത്യം ആരംഭിച്ചിരിക്കുന്നു, തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. അർജുന്റെ അരികിലേക്ക് മാൽപ്പയും സംഘവും ഇപ്പോൾ നീങ്ങുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഗംഗാവലി പുഴയിൽ നിന്ന് നമുക്ക് ഏറ്റവും പുതുതായി നൽകാനുള്ളത്. അദ്ദേഹം ആ ആഴങ്ങളിലേക്ക് ആ ലോറി നേരത്തെ ഈ സ്ഥലത്തു നിന്നാണ് ഇന്നലെ അദ്ദേഹത്തിന് ഈ ജാക്കി അതുപോലെ തന്നെ ലോറിയുടെ ചില വസ്തുക്കളൊക്കെ ലഭിച്ചത്. ആ ഭാഗത്തേക്കാണ് അദ്ദേഹം ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അവിടെ നിന്ന് തന്നെയാണ് ഈ ഡീസലിന്റെ അംശം ഇപ്പോൾ മുകളിലേക്ക് ഉയർന്നു വരുന്നതും. എൽദോ, തത്സമയ ദൃശ്യങ്ങളാണ് ഷിരൂരിൽ നിന്നും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈശ്വർ മാൽപ്പയും സംഘവും അവിടെ തെരച്ചിൽ ആരംഭിക്കുന്നു. പുഴയിലേക്ക് ഇറങ്ങി ആഴത്തിലേക്ക് നീങ്ങും മുമ്പ് ഉള്ള പ്രാർത്ഥനയിലാണ് ഈശ്വർ മാൽപ്പയെ. ആഴങ്ങളിലെത്തി നമുക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ കാണാം ടോർച്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ. ആഴത്തിലുള്ള ഇരുട്ടിനെ മറികടക്കാനുള്ള വെളിച്ച സംവിധാനമൊക്കെ ആയിട്ടാണ് അദ്ദേഹം ആഴത്തിലേക്ക് പോകുന്നത്. ഇതാ ഈശ്വർ മാൽപ്പയുടെ തെരച്ചിൽ ആരംഭിക്കുകയാണ്. ദൗത്യത്തിനായി അദ്ദേഹം വെള്ളത്തിനടിയിലേക്ക് മുങ്ങി പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുഴയിലേക്ക് ഇറങ്ങി ഈശ്വർ മാൽപ്പെ. എന്താണെങ്കിലും വലിയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. KV ബൈജു സൂചിപ്പിച്ചതുപോലെ രാവിലെ മുതൽ തന്നെ ആ തെരച്ചിൽ ദൗത്യം ആരംഭിക്കുമെന്ന് കരുതിയതാണ്. പക്ഷേ അതിപ്പോൾ സമയം 10 മണി കഴിയുന്നു. 10 മിനിറ്റായപ്പോഴാണ് ആ അനുമതി കാത്തു നിന്ന് ഏറ്റവും ഒടുവിൽ പുഴയിലേക്ക് ഇറങ്ങി ദൗത്യം ആരംഭിക്കാൻ ഈശ്വർ മാൽപ്പയും സംഘവും തീരുമാനിക്കുന്നതും ഈശ്വർ മാൽപ്പ ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങി ദൗത്യം ആരംഭിക്കുകയും ചെയ്യുന്നത്. നേരത്തെ നിശ്ചയിച്ച ആ പോയിന്റ് 4-ൽ നിന്ന് നേരത്തെ റിട്ടയർഡ് മേജർ ജനറൽ M. ഇന്ദ്രപാലൻ നമ്പ്യാർ അദ്ദേഹം സൂചിപ്പിച്ച സ്ഥലത്ത് തന്നെയാണ് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. അവിടെ തന്നെ ലോറി ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈശ്വർ മാൽപ്പെ സംഘവും. മാത്രമല്ല ഇന്ധനത്തിന്റെ അംശം കൂടി ഇന്ന് പുഴയിൽ ആ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. അതൊരുപക്ഷെ ആ വാഹനത്തിന്റെ അർജുന്റെ ലോറിയിലെ ഡീസൽ ടാങ്ക് അതിൽ നിന്നും ഉണ്ടായതാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓയിലാകാം. അപ്പോഴും അത് ഒരു വാഹനത്തിന്റെ സാന്നിധ്യം അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ധനത്തിന്റെ അംശവും ഇന്ന് രാവിലെ കണ്ടെത്തിയത് അത് ഈശ്വർ മാൽപ്പയും സംഘവുമാണ്. അപ്പോൾ ആ ഭാഗത്ത് വാഹനമുണ്ട് എന്നുള്ള ഉറച്ച പ്രതീക്ഷ അത് പുലർത്തുകയും ചെയ്യുകയാണ്. എന്നാലും NDRFന്റെയും പോലീസിന്റെയും ഒപ്പം നാവികസേനയുടെയും സംഘങ്ങളും അവിടെയുണ്ട്. അവരും പക്ഷേ കാര്യമായിട്ടുള്ള മുങ്ങി താണുള്ള തെരച്ചിലേക്കൊന്നും കടന്നിട്ടില്ല. അത് ഈശ്വർ മാൽപ്പയും സംഘവും മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ബന്ധുക്കൾ ഉൾപ്പെടെ പ്രതീക്ഷ വയ്ക്കുന്നതും ഈശ്വർ മാൽപ്പയിലും ടീമിലുമാണ്. KV ബൈജു തുടരുന്നുണ്ട്. ബൈജു, ഈ ഈശ്വർ മാൽപ്പയുടെ ഈ തെരച്ചിലിന് തത്വത്തിൽ അംഗീകാരം നൽകിയോ കളക്ടർ ഇതുവരെ? എൽദോ, ഇല്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുമതിയൊന്നും ഈ തെരച്ചിലിനില്ല എൽദോ. അത് ഇന്നലെ തന്നെ ആ തെരച്ചിലിന് അനുമതി ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഇതുവരെ അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഇവിടെ എത്തി തെരച്ചിലിനെത്തിയപ്പോൾ ഈ ഗംഗാവലി പുഴയുടെ ഒഴുക്കൊക്കെ നോക്കി അനുകൂലമായ ഘടകമാണെന്ന് മനസ്സിലാക്കി തെരച്ചിലിന് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ വിലക്കുക മാത്രമല്ല ഇത് പുഴയിൽ ഇറങ്ങിയാൽ കേസെടുക്കും, അറസ്റ്റ് ചെയ്യുമെന്നൊക്കെയാണ് അദ്ദേഹത്തെ പറഞ്ഞത്. ജയിലിലടക്കുമെന്നാണ് ഈ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. അത് പോലീസും അത് ജില്ലാ കളക്ടറും ഒരുപോലെ അത്തരത്തിൽ പറയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു തടസ്സം ഇവർ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. മലയാളി മാത്രമല്ല, കന്നഡിഗരായ 2 പേർ കൂടി ഈ പുഴയിലുണ്ട്. അതിനെന്തിനാണ് ഈ കർണാടക ഭരണകൂടം ഉദ്യോഗസ്ഥ തലത്തിലാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഈ തടസ്സമുണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനം. ഇന്നലെ നമ്മൾ കണ്ട കാഴ്ച ഈ ലോകേഷിന്റെയും ഒപ്പം ജഗന്നാഥിന്റെയും കുടുംബം കണ്ണീരോടെ ഇവിടെ ഈ പുഴയുടെ സമീപത്തായി ഈ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അവർ നിസ്സഹായ അവസ്ഥയാണ് അവർ പ്രകടിപ്പിച്ചത്. അവരുടെയൊക്കെ കണ്ണീർ കണ്ട് ഈ കലക്ടർക്ക് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ എന്തുകൊണ്ട് ഇത്തരത്തിൽ തീരുമാനമെടുക്കുന്നു പോലും അറിയില്ല. ഏതെങ്കിലും തരത്തിൽ കേരളത്തോട് വിരോധമുള്ളത് കൊണ്ടാണോ, അതല്ല എന്താണ് ഇവരുടെ ഉള്ളിലിരിപ്പ് എന്ന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും MLA പോലും പറയുന്നത് അതാണ്. ആ വിലക്കൊന്നും ഒരു പ്രശ്നമല്ല. ഇത് താൻ അറസ്റ്റിന് വരിക്കാൻ തയ്യാറാണെന്ന്, തനിക്ക് വലുത് ഈ 3 പേരെ കണ്ടെത്തുക എന്നാണ് മാൽപ്പയുടെ ആത്മവിശ്വാസത്തിലുള്ള വാക്ക് തന്നെ നമുക്ക് എടുക്കാം, മുഖവിലക്കെടുക്കാം. നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് ഏതായാലും അദ്ദേഹം പോകുന്നുണ്ട്. ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ ഏതായാലും ആ പ്രാർത്ഥനകൾക്കെല്ലാം ഫലം കണ്ടെത്തുമോ? അവസാനമായ ഒരു നോക്ക് കാണാൻ ഈ 3 പേരുടെയും, നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ഉൾപ്പെടെ 3 പേരുടെയും മൃതദേഹത്തിന്റെ അല്ലെങ്കിൽ ആ ഏതെങ്കിലും ഒരു അവശിഷ്ടങ്ങൾ ഇവിടുന്ന് ലഭിക്കുമോ എന്ന ഏറ്റവും അവസാനത്തെ പ്രതീക്ഷയാണ്. ഇനി വൈകിയാൽ ഒരു പക്ഷേ കൊങ്കൺ മേഖലയിൽ വീണ്ടും മഴ മുന്നറിയിപ്പ് ഉണ്ട്. അടുത്ത ആഴ്ച ഇത്തരത്തിൽ മഴ വരാൻ സാധ്യതയെന്നൊക്കെ സൂചനകൾ വരുന്നുണ്ട്. അതിന് തുടക്കമായിരിക്കാം ഒരുപക്ഷെ ഇന്ന് രാവിലെ ചാറ്റൽ മഴയൊക്കെ. ഈ കാലാവസ്ഥ പതിവിനും വിപരീതമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏത് സമയത്തും മഴയുണ്ടാകാം. അത് ഈ മഴ വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ തോതിലുള്ള മഴയാണ്, ശക്തമായ മഴയാണ്. നമ്മൾ ഒരിക്കലും മുൻപൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. മാത്രമല്ല ഈ മലയുടെ മണ്ണിടിക്കൽ ഭീഷണിയും ഇവിടെ
നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും മൽപെ ഇപ്പോൾ ആ ദൗത്യമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഈ ആഴങ്ങളിലേക്ക്, അർജുനെ തേടിയുള്ള ആഴങ്ങളിലേക്ക് അദ്ദേഹം അത് പോയിട്ടുണ്ട്. അദ്ദേഹത്തിനൊപ്പം 6ഓളം മുങ്ങൽ വിദഗ്ധരുണ്ട്, SDRFന്റെ സംഘമുണ്ട്. അവരെല്ലാം ചേർന്നാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം, ഈ തെരച്ചിൽ നടത്തുന്നത്. എന്തായാലും എന്തെങ്കിലും ഒരു സൂചനകൾ ഇനിയും ലഭിച്ചേക്കാം. നിർണായകമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നലെ അരമണിക്കൂർ തെരച്ചിൽ നടത്തിയപ്പോഴാണ് 3 വസ്തുക്കൾ, അതായത് ജാക്കി ഉൾപ്പെടെ ആ വാഹനത്തിനെയാണെന്ന് സ്ഥിരീകരിച്ച ആ വസ്തുക്കളൊക്കെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ മൽപെ പറഞ്ഞത് ഇന്ന് വൈകുന്നേരം വരെ തെരച്ചിൽ നടത്തിയാൽ ഒരുപക്ഷെ ഈ ലോറി തന്നെ കണ്ടെത്തേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ, ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേക്കാം. നിലവിൽ അർജുൻ എവിടെ, ഈ ലോറി എവിടെ എന്ന ചോദ്യമാണ് നമ്മൾ 29 ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എന്തെങ്കിലും ഒരു തെളിവുകളോ സൂചനകളോ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രത്യേകത. ഇത്രത്തോളം വലിയ തെരച്ചിൽ നടത്തിയ ഒരു ജില്ലാ ഭരണകൂടമാണെങ്കിൽ നമുക്ക് അവരെ അനുസരിക്കാമായിരുന്നു. അതല്ല, ഇതുവരെ ഒരു തുമ്പും കണ്ടെത്താൻ ഈ ജില്ലാ ഭരണകൂടം നടത്തിയ തെരച്ചിലിൽ സാധിച്ചിട്ടില്ല. ഇന്നലെ ആ വിലക്ക് നിരോധനം നോക്കാതെ പുഴയിലിറങ്ങിയ മാൽപ്പയാണ് ഇത്തരത്തിലുള്ള സൂചനകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോഴും ഡീസലിന്റെ അംശം ശ്രദ്ധയിൽപ്പെടുത്തതും അദ്ദേഹം തന്നെയാണ്. ആ ഭാഗത്ത് ഡീസലിന്റെ അംശം കണ്ടെത്തിയ ഭാഗത്താണ് ഇപ്പോൾ ഈ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ മാൽപ്പ ഇപ്പോൾ ആഴങ്ങളിലേക്ക് പോയിട്ടുള്ളത്. അവിടെ ഇപ്പോൾ പരിശോധന നടത്തും. ഏത് സമയത്തും മാൽപ്പ തിരിച്ചെത്തും. ഇത്തരത്തിൽ 6ഓ 7ഓ തവണ ഇതിന് ആഴങ്ങളിലേക്ക് പോയി പിന്നീട് അദ്ദേഹം വന്ന് വിശ്രമിച്ചതിന് ശേഷം വീണ്ടും തെരച്ചിൽ നടത്തുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. കൂടുതൽ അംഗങ്ങളുണ്ട്, അവരും തെരച്ചിൽ നടത്തും. എന്നാൽ നിലവിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടകരമായ വസ്തുക്കളോ ഒന്നും തന്നെയില്ല. അവിടെ നിന്ന് മാറി കുറിച്ചപ്പുറത്ത് ഈ നേരത്തെ എൽത്തോ സൂചിപ്പിച്ച പോലെ തന്നെ റിട്ടയർഡ് മേജർ ഇന്ദ്രപാൽ അദ്ദേഹം മാർക്ക് ചെയ്ത മാർക്ക് 4 അവിടെയാണ് ഈ വലിയ തോതിലുള്ള മരത്തിന്റെ അവശിഷ്ടവും അതുപോലെ ഈ ടവറിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ മാൽപ്പ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് കുറച്ചു മാറി, അതായത് സമീപത്ത് തന്നെയാണ്, കുറച്ചു മാറിയാണ് ഇപ്പോൾ കരയോട് അടുത്ത് അതിന് സമീപത്തായുള്ള സ്ഥലത്താണ് ഈ ഡീസൽ ഇത്തരത്തിൽ ഉയർന്നു വരുന്ന ഒരു സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ആ സ്ഥലം നിർണായകമായിരിക്കാം. ഒരു പക്ഷേ വരും നമുക്ക് ഇപ്പോൾ തന്നെ ഇതിന്റെ എന്തെങ്കിലും ഒരു സൂചനകൾ ലഭിച്ചേക്കാം, അല്ലെങ്കിൽ ലോറിയുടെ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെത്തേക്കാം. മറ്റൊരു ആശ്വാസകരമായ ഒരു കാര്യം എൽദോ, ഈ ഹൈഡ്രോളിക് ജാക്കി ഇത് ലഭിച്ചതോടുകൂടി ചെറിയൊരു ആശങ്ക ഉണ്ടായത് ലോറി പൂർണ്ണമായും തകർന്നിട്ടുണ്ടാകുമോ എന്നാണ്. അത് ഇല്ല എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു തെളിവ് നമ്മൾക്ക് ലഭിച്ചിരുന്നു. അതായത് ഈ ലോറി നിർമ്മിക്കുമ്പോൾ എടുത്ത ചിത്രമാണ്. ആ ചിത്രത്തിൽ പ്രത്യേകമായി ഇതൊരു പ്രത്യേക ബോക്സ് ആക്കി അതിന്റെ ഈ വലതുവശത്ത് ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ആ ബോക്സ് ആയിരിക്കാം ഒരുപക്ഷെ വേർപെട്ടു പോയത്. അതിൽ നിന്നായിരിക്കാം ജാക്കി തെറിച്ച് പുറത്തേക്ക് പോയത്. അങ്ങനെയാണെങ്കിൽ ഈ ലോറി വലിയ തോതിൽ അപകടം പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല എന്നൊരു വിലയിരുത്തൽ കൂടി ഉണ്ട്. ഏതായാലും അതിനൊക്കെ ഉത്തരം വരും മണിക്കൂറുകൾ ലഭിച്ചേക്കും. അതിനാണ് ഈ മാൽപ്പയും സംഘവും ആഴങ്ങളിലേക്ക് അത് തേടിയുള്ള ആ ഒരു തിരച്ചിലേക്ക് കടക്കുന്നത്. എന്തായാലും മാൽപ്പ